നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്സവാന്തരീക്ഷത്തിൽ നെല്ലിക്കുന്ന് പാലം തുറന്നു. 10 കോടി വരെ നിർമ്മാണ ചെലവ് വരുന്ന പാലങ്ങളുടെ ടോൾ പിരിവ് ഒഴിവാക്കുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. കസബ പള്ളം പാലം മന്ത്രി സന്ദർശിച്ചു. പ്രവൃത്തി ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി. മോദി അമിത് ഷാ സഖ്യം ഇന്ത്യയെ അത്യന്തം ഭയാനകമായ അവസ്ഥയിലേക്ക് നയിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഇസ്ലാം മത വിശ്വാസികളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുവാൻ സാമ്രാജ്യത്വ ശക്തികൾ ഗൂഢനീക്കം നടത്തുന്നതായും ബേബി. റോഡുകളുടെ ശോചനീയാവസ്ഥ. DYFI പ്രവർത്തകർ ജില്ലാ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ ഉന്തും തള്ളും. മദ്യം തലമുറകളുടെ ശാപമാണെന്ന് വിദ്യാർത്ഥികൾ വരച്ചുവെച്ചു. മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ വിളിച്ചോതിയ വിദ്യാർത്ഥികളുടെ ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി. നിർധനരുടെ ജീവൻ രക്ഷിക്കുവാനായി ഷിനു വീണ്ടും ഓടിത്തുടങ്ങി. ജീവൻ രക്ഷാ മാരത്തോൺ യാത്രയ്ക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. ഒരു നാടിന്റെ കാത്തിരിപ്പ് സഫലമായി. നെല്ലിക്കുന്ന് പാലം ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. തീരദേശ പ്രദേശം വർഷങ്ങളോളമായി കാത്തിരുന്ന പാലമാണ് ചൊവ്വാഴ്ച യാഥാർത്ഥ്യമായത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉത്സവാന്തരീക്ഷത്തിൽ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. 10 കോടി രൂപ വരെ ചെലവ് വരുന്ന പാലങ്ങളുടെ ടോൾ പിരിവ് ഒഴിവാക്കാൻ അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 5 കോടി രൂപയ്ക്ക് മേൽ നിർമ്മിച്ച പാലത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുന്നുണ്ട്. പാലം നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ വൻതുക വേണ്ടിവരുന്നതായി മന്ത്രി അറിയിച്ചു. 25 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ 1 കോടി രൂപ ചെലവാകേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത്. പാലം റോഡ് നിർമ്മാണത്തിനായി ജനങ്ങൾ ഭൂമി നൽകാൻ മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. നഗരങ്ങളിൽ റോഡുകൾ വീതി കൂട്ടാൻ സ്ഥലം അനുവദിക്കുന്നവർക്ക് അതേ സ്ഥലത്തിന്റെ അരിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഫ്ലോർ ഏരിയയിൽ നല്ലൊരു ഭാഗം വിട്ടുകൊടുക്കുന്ന പദ്ധതി നടപ്പിലായി വരുന്നുണ്ട്. കരാറുകാരുടെ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്നും മന്ത്രി അറിയിച്ചു. കരാറുകാരുടെ പേയ്മെന്റ് കൊടുത്തിട്ട് 10 മാസങ്ങളായി. 10 മാസത്തെ കുടിശ്ശികയുണ്ട്. തീർച്ചയായിട്ടും കരാറുകാരുടെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നുകൂടി ഈ വേളയിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും പൊതുമരാമത്ത് വികസന പ്രവൃത്തികൾ നിശ്ചിത സമയത്ത് തന്നെ പൂർത്തീകരിക്കും. ഇതിന് ജനങ്ങളും ജനപ്രതിനിധികളും കരാറുകാരും ഒരുമിച്ച് പ്രവർത്തിക്കണം. മിഷൻ 676 പദ്ധതി പ്രകാരം ഈ സർക്കാർ തുടക്കം കുറിച്ച എല്ലാ വികസന പദ്ധതികളും സർക്കാരിന്റെ കാലാവധിയിൽ തന്നെ പൂർത്തീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പണി തുടങ്ങിയതും തുടങ്ങി വെച്ചതുമായ ജോലികൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ടാണ് മിഷൻ 676 ഈ സംസ്ഥാനത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മിഷൻ 676 അനുസരിച്ച് കാസർഗോഡ് ജില്ലയിലെ, പ്രത്യേകിച്ച് കാസർഗോഡ് നഗരത്തിലെ ജോലികൾ തീർച്ചയായിട്ടും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചടങ്ങിൽ MLAമാരായ PB അബ്ദുറസാഖ്, K കുഞ്ഞിരാമൻ, മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ ചെറുക്കളം അബ്ദുള്ള, സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, ജില്ലാ ആസൂത്രണ സമിതി അംഗം A അബ്ദുറഹ്മാൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ താഹിറ സത്താർ, അബ്ബാസ് ബീഗം, G നാരായണൻ, സൈബുന്നീസ ഹനീഫ്, കൗൺസിലർമാരായ ഖാദർ ബങ്കര തുടങ്ങിയവരും സംബന്ധിച്ചു. അപകടാവസ്ഥയിലുള്ള പള്ളം കസബ പാലം മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് സന്ദർശിച്ചു. നെല്ലിക്കുന്ന് പാലം ഉദ്ഘാടനത്തിന് ശേഷമാണ് മന്ത്രി കസബയിലേക്ക് എത്തിയത്. പാതി തകർന്നും പാതി അപകടാവസ്ഥയിലുമായി നിൽക്കുന്ന പാലത്തെക്കുറിച്ച് അധികൃതർക്ക് ചിന്തയില്ലെന്ന് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നേരിട്ട് സന്ദർശിച്ചത്. പ്രഭാകരൻ കമ്മീഷൻ ശുപാർശയനുസരിച്ച് 2.75 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പ്രഭാകർ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് 2.75 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ പണി ആരംഭിക്കുമ്പോൾ ജനങ്ങൾക്ക് ഗതാഗത തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി ഒരു 40 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത ഒരു സംവിധാനം. അപ്പോൾ 25 ഇപ്പം തന്നെ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി പാലം പ്രവൃത്തി നടക്കുന്ന സമയത്ത് താൽക്കാലിക ഗതാഗത സംവിധാനത്തിനായി 40 ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
നരേന്ദ്രമോദി അമിത് ഷാ സഖ്യം ഇന്ത്യയെ അത്യന്തം ഭയാനകമായ അവസ്ഥയിലേക്ക് നയിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. കോഴിക്കോട്ട് നിന്നും പ്രസിദ്ധീകരിക്കുന്ന മുഖ്യധാര ത്രൈമാസികയുടെ 3ാം ലക്കത്തിന്റെ പ്രകാശനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുജറാത്ത് കലാപത്തിലെ 1ാം പ്രതിയും 2ാം പ്രതിയും ചേർന്നാണ് ഇന്ത്യ ഭരിക്കുന്നത്. തങ്ങളെ എതിർക്കുന്നവരെയൊക്കെ തകർക്കുന്ന നിലപാടാണ് മോദി അമിത് ഷാ സഖ്യം സ്വീകരിക്കുന്നത്. ഇരുവരും ചേർന്ന് ഇന്ത്യയെ അത്യന്തം ഭയാനകമായ അവസ്ഥയിലേക്ക് തള്ളി നീക്കുകയാണ്. BJPയിൽ മുതിർന്ന നേതാക്കൾ ഉണ്ടായിട്ടും അമിത് ഷായെ തന്നെ ദേശീയ പ്രസിഡന്റാക്കിയത് ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നും MA ബേബി പറഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ച് മതങ്ങൾക്ക് മാറ്റത്തിന് വിധേയമാകാൻ സാധിക്കണം. ഇസ്ലാം മതം സമാധാനത്തിൻ്റെ മതമാണ്. എന്നാൽ ഇസ്ലാം മതവിശ്വാസികളെ ലോകത്തിന് മുന്നിൽ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുവാൻ സാമ്രാജ്യത്വ ശക്തികൾ ഗൂഢനീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും MA ബേബി പറഞ്ഞു. ദൈവത്തെയും മതത്തെയും കുറിച്ചുള്ള മാർക്സിസ്റ്റുകളുടെ സമീപനം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള സമീപനം അതും ചുരുക്കി ഒന്ന് പറഞ്ഞ് പോകണം എന്ന് നിർദ്ദേശിക്കുന്നു. ഈ പൊതു സമീപനത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തും നമ്മുടെ മുമ്പിൽ ചുരുളി വരുന്ന സംഭവ വികാസങ്ങൾ, അനുഭവങ്ങൾ അതിനെങ്ങനെ നോക്കിക്കാണണം എന്ന ഒരു കാര്യം ചുരുക്കി തന്നെ പ്രതിപാദിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PC സുബൈദയ്ക്ക് മാസിക നൽകിയാണ് MA ബേബി പ്രകാശന കർമ്മം നിർവഹിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം TK അംസ, മുഖ്യധാര മുഖ്യ പത്രാധിപർ ഡോക്ടർ KT ജലീൽ, ഹുസൈൻ രണ്ടത്തണി, KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. CPM ജില്ലാ സെക്രട്ടറി KP സതീശ്ചന്ദ്രൻ, AK നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ ജില്ലാ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തകർന്ന റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കുക, റോഡ് നിർമ്മാണത്തിലെ അഴിമതിയും ക്രമക്കേടും അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തുംതള്ളും നടന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ UDF ഭരിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ റോഡുകളില്ല. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കെടുകാര്യസ്ഥതയുടെ, ധൂർത്തിന്റെ, അഴിമതിയുടെ പര്യായമായി ഈ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞു. ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് രാഷ്ട്രീയാഭിമുഖ്യമുള്ള ഏതെങ്കിലും വിഭജന പ്രസ്ഥാനങ്ങളോ തൊഴിലാളി സംഘടനകളോ പറയുന്ന കാര്യമല്ല. നാളിതുവരെയുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി പോലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചും കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ചും അവരെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത് അവർക്കെതിരെ ചോദ്യശരങ്ങൾ മുതിർക്കുകയുണ്ടായി. DYFI ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാജമോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, TK മനോജ്, M രാജീവൻ, CA സുബൈർ, P ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മദ്യത്തിൻ്റെ ദുരന്തവും ദുരിതവും വരച്ചുവെച്ച് വിദ്യാർത്ഥികളുടെ ചിത്രരചന മത്സരം. പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മത്സരം സംഘടിപ്പിച്ചത്. ചിത്രരചനയിലൂടെ മദ്യലഹരിയുടെ വിവിധ ദൂഷ്യവശങ്ങളാണ് വിദ്യാർത്ഥികൾ വിളിച്ചോതിയത്. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലയിലെ ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കായാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മത്സരം സംഘടിപ്പിച്ചത്.
വ്യാജ ചാരായ നിർമ്മാണം, മദ്യം തകർക്കുന്ന കുടുംബം, മദ്യപാനിയുടെ ചേഷ്ടകൾ തുടങ്ങി നിരവധി പ്രമേയങ്ങളാണ് കുട്ടികളുടെ ഭാവനയിൽ വിരിഞ്ഞത്. വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉപന്യാസ മത്സരവും നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KD ശേഖർ, അസിസ്റ്റന്റ് എഡിറ്റർ CH ആനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിർധനരായ രോഗികൾക്ക് സഹായധനം കണ്ടെത്തുന്നതിനായി ദീർഘദൂര ഓട്ടക്കാരൻ ഷിനു നടത്തുന്ന മാരത്തോൺ ഓട്ടത്തിന് തുടക്കമായി. കാസർഗോഡ് നിന്നാണ് ഷിനുവിൻ്റെ ഓട്ടത്തിന് തുടക്കമായത്. ജീവിതം പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ദീർഘദൂര ഓട്ടക്കാരനാണ് ഷിനു. നിർധനരായ രോഗികൾക്ക് സഹായം കണ്ടെത്താനായി ഇതുവരെ 50,000-ഓളം കിലോമീറ്ററാണ് ഷിനു ഓടിത്തീർത്തത്. ഷിനു ഇത്തവണ കാസർഗോഡ് നിന്നാണ് തന്റെ ഓട്ടം പ്രയാണം ആരംഭിച്ചത്. കാസർഗോഡ് നടന്ന പരിപാടി NA MLA ഉദ്ഘാടനം ചെയ്തു. ഷിനു 28 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ചെറുപ്പക്കാരെക്കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും പരിഭവവും പരാതിയുമൊക്കെ അവരവരുടെ കഴിവുകൾ ഈ നാടിന് വേണ്ടിയും ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്കും വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്നതാണ്. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഫ്ലാഗ് ഓഫ് ചെയ്തു. മാരത്തൺ കോഴിക്കോട് സമാപിക്കുമെന്നും ഷിജു അറിയിച്ചു. 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ പിന്നെ അവരവരുടെ സ്വന്തം മക്കളെയും കൊണ്ട് അലഞ്ഞ് ഒരു നേരത്തെ മരുന്നിന് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. കിഡ്നി വിൽക്കാൻ വരെ തയ്യാറായ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ ഈ കേരളത്തിലാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വോട്ട്. മഞ്ചേശ്വരത്ത് അധ്യാപകൻ സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മഞ്ചേശ്വരം SAT സ്കൂൾ അധ്യാപകനായ A ശിവാനന്ദയാണ് സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. മഞ്ചേശ്വരം SAT സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സാമൂഹ്യശാസ്ത്രം അധ്യാപകനായിരുന്നു A ശിവാനന്ദ. മഞ്ചേശ്വരം അരിബൈലു തോട്ടടമൂല സ്വദേശിയായ ഇദ്ദേഹം 14 വർഷമായി ഈ സ്കൂളിൽ പഠിപ്പിച്ചു വരികയായിരുന്നു. ചൊവ്വാഴ്ച ആദ്യ പീരീഡ് ക്ലാസ് എടുത്തു കഴിഞ്ഞ ശേഷം 11 മണിക്ക് സ്റ്റാഫ് റൂമിലെത്തിയ അധ്യാപകൻ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതായി മറ്റ് അധ്യാപകരോട് പറഞ്ഞിരുന്നു. സഹ അധ്യാപകർ നിർദ്ദേശിച്ചത് പ്രകാരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ക്ലാസ്സിനായി സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങുവാൻ ശ്രമിച്ചപ്പോൾ കുഴഞ്ഞ് വീഴുകയായിരുന്നു. ഉടൻ തന്നെ അധ്യാപകനെ മംഗലാപുരം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സ്കൂളിലെ മികച്ച അധ്യാപകനായ ഇദ്ദേഹം മഞ്ചേശ്വരം സബ് ജില്ലാ സ്കൗട്ട് ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. സഞ്ജീവ മടിവാള പത്മാവതി ദമ്പതികളുടെ മകനാണ്. ജയശ്രീയാണ് ഭാര്യ. 9-കാരിയായ വർഷ, 4 വയസ്സുകാരിയായ വംശ എന്നിവർ മക്കളാണ്. ചിദാനന്ദ, പ്രഫുല്ല എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുള്ളൻ പന്നിയുടെ ആക്രമണം. കാഞ്ഞങ്ങാട്ട് സ്കൂൾ അധ്യാപികയ്ക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട്ട് പോളിടെക്നിക്കിലെ അധ്യാപികയ്ക്കാണ് പരിക്കേറ്റത്. മടിക്കൈ അമ്പലത്തുകരയിലെ പ്രകാശിന്റെ ഭാര്യ സ്മിതയ്ക്കാണ് മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 5:45 പുതിയകോട്ട കാരാട്ടുവയൽ റോഡിലാണ് സംഭവം. കാസർഗോഡ് നടക്കുന്ന PSC പരീക്ഷയ്ക്ക് പോകുവാനായി സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു സ്മിത. സ്കൂട്ടറിന് മുന്നിലേക്ക് മുള്ളൻ പന്നി എടുത്തുചാടിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. പൊടുന്നനെയുണ്ടായ മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ സ്മിതയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു. കൈകാലുകളിൽ നിരവധി മുള്ളുകൾ തുളച്ചു കയറി. പരിക്കേറ്റ സ്മിതയെ പരിസരവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സ്മിത സുഖം പ്രാപിച്ചു വരികയാണ്. പ്രതീക്ഷിക്കാതെയുണ്ടായ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ദൈവങ്ങളോടും സഹായമെത്തിച്ച പരിസരവാസികളോടും നന്ദി പറയുകയാണ് സ്മിത. കാഞ്ഞങ്ങാട് കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഞാൻ സിനിമയിൽ അഭിനയിച്ച കലാകാരന്മാരെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. കുന്നുമ്മൽ IMA ഹാളിൽ നടന്ന പരിപാടിയിൽ രഞ്ജിത്തിന്റെ ഞാൻ എന്ന സിനിമയിൽ അഭിനയിച്ച കലാകാരന്മാരായ രോഹിത് രാജ്, മോഹനൻ കുന്നുമ്മൽ, മോഹനൻ തെരുവത്ത് എന്നിവരെയും സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഗോപി കോട്ടച്ചേരിയെയും അനുമോദിച്ചു. കുടുംബസംഗമം നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്റെ ശബ്ദവൃത്തിയും കൊണ്ട് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം സൃഷ്ടിച്ച് എല്ലാ വാഹനങ്ങളുടെയും പൊതു താല്പര്യം കോമഡി മ്യൂസിക്കിന്റെ ഞാൻ സമിതി പ്രസിഡന്റ് A ചന്ദ്രൻ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ, T സുധാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സമിതി സെക്രട്ടറി P കൃഷ്ണകുമാർ സ്വാഗതവും ബാബു കുന്നത്ത് നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ.
റബ്ബർ കർഷകരെ രക്ഷിക്കുവാൻ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ 10-ന് കളക്ടറേറ്റിന് മുന്നിൽ മനുഷ്യച്ചങ്ങല തീർക്കും. CPI ജില്ലാ സമ്മേളനം ജനുവരി 18 മുതൽ 20 വരെ നീലേശ്വരത്ത് നടക്കും. ഇതിന്റെ മുന്നോടിയായുള്ള മണ്ഡലം സമ്മേളനങ്ങൾ ഡിസംബറിൽ പൂർത്തിയാക്കും. വാണിയ സമുദായ സമിതിയുടെ നേതൃത്വത്തിൽ ഉത്തരമേഖല വാണിയ സമുദായ സംഗമം 12-ന് കരിപ്പൊടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംഗമം ഉദ്ഘാടനം ചെയ്യും. ഉപ്പളയിൽ വ്യാപാരി കുഴഞ്ഞു വീണ് മരിച്ചു. മണിമുണ്ടയിലെ MS ഹസൈനാറാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ആയിഷയാണ് ഭാര്യ. ചാളക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നാടിന് ഉത്സവമായി. പാലം മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഗതാഗതത്തിനായി നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ മടിക്കയിലെ മേക്കാട്ട് പൂത്തക്കാൽ എരിക്കുളം റോഡിൽ ചാളക്കടവ് പുഴയ്ക്ക് കുറുകെയാണ് പാലം പണി പൂർത്തിയായത്. മടിക്കൈ പഞ്ചായത്തിലെ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിച്ചത്. മലയോര മേഖലയുമായി ബന്ധപ്പെടുന്നതിനുള്ള എളുപ്പമാർഗമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. അനുബന്ധ റോഡും നിർമ്മിച്ചിട്ടുണ്ട്. ചാളക്കടവ് പാലം മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പാലത്തിന് 6,85,00,000 രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ പാലത്തിന് ടോൾ കൊടുക്കണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് ചെറിയ ടോളുണ്ട്. അതൊക്കെ എത്രയോ വർഷങ്ങളായി ഗവൺമെൻറ് മാറി മാറി വരുന്ന സമയത്താണ്. ആദ്യം അത് 1 കോടിയായിരുന്നു, പിന്നെ 3 കോടിയായി. ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് 5 കോടിയാക്കി. 5 കോടി രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച പാലങ്ങൾക്ക് ടോളില്ല എന്നത് വ്യവസ്ഥ ബഹുമാന്യപ്പെട്ട MLAക്ക് അറിയാം. നിയമസഭ പാസാക്കി 5 കോടി അതിൻ്റെ പരിധി നിശ്ചയിച്ചു. P കരുണാകരൻ MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം K സുജാത, KV സുഷമ, V കൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ MC ജോസ്, KP സതീഷ് ചന്ദ്രൻ, MC ഗമറുദ്ദീൻ, ജോർജ് പൈനാപ്പിള്ളി, മടിക്കൈ കമ്മാരൻ, ബംഗളം P കുഞ്ഞികൃഷ്ണൻ, അബ്രഹാം തോണക്കര, PP സുന്ദരൻ, PC രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചീഫ് എഞ്ചിനീയർ PK സതീശൻ സ്വാഗതവും ജൂലിയറ്റ് ജോർജ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്സവാന്തരീക്ഷത്തിൽ നെല്ലിക്കുന്ന് പാലം തുറന്നു. 10 കോടി വരെ നിർമ്മാണ ചെലവ് വരുന്ന പാലങ്ങളുടെ ടോൾ പിരിവ് ഒഴിവാക്കുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. കസബ പള്ളം പാലം മന്ത്രി സന്ദർശിച്ചു. പ്രവൃത്തി ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി. മോദി അമിത്ഷാ സഖ്യം ഇന്ത്യയെ അത്യന്തം ഭയാനകമായ അവസ്ഥയിലേക്ക് നയിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഇസ്ലാം മത വിശ്വാസികളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുവാൻ സാമ്രാജ്യത്വ ശക്തികൾ ഗൂഢനീക്കം നടത്തുന്നതായും ബേബി. റോഡുകളുടെ ശോചനീയാവസ്ഥ. DYFI പ്രവർത്തകർ ജില്ലാ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ ഉന്തും തള്ളും. മദ്യം തലമുറകളുടെ ശാപമാണെന്ന് വിദ്യാർത്ഥികൾ വരച്ചുവെച്ചു. മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ വിളിച്ചോതിയ വിദ്യാർത്ഥികളുടെ ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി. നിർധനരുടെ ജീവൻ രക്ഷിക്കുവാനായി ഷിനു വീണ്ടും ഓടിത്തുടങ്ങി. ജീവൻ രക്ഷാ മാരത്തോൺ യാത്രയ്ക്ക് തുടക്കം. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.